വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ബിസിനസ് കാർഡ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. ബിസിനസ് കാർഡ് തയ്യാറാക്കുന്നതിനായി അതിൻ്റെ ഒരു അളവ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഫയൽ മെനുവിൽ നിന്നും ന്യൂ എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്ത ഒരു പേജ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ വിഡ്ത്ത് ഹൈറ്റ് രണ്ട് അളവുകൾ, വിസിറ്റിംഗ് കാർഡിന്റെ വിഡ്ത്തും ഹൈറ്റും. വിസിറ്റിംഗ് കാർഡ് നമുക്ക് ടോളായിട്ടോ അല്ലെങ്കിൽ വൈഡായിട്ടോ സെറ്റ് ചെയ്യാം. അളവിൽ മാറ്റമില്ല, അളവ് സെയിം അളവ് തന്നെയാണ്. വിഡ്ത്ത് ഹൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ടോളായിട്ടും വൈഡായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വൈഡായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈഡ് ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ അളവ് കൊടുക്കുന്നത്. 9 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. അതുപോലെ ഹൈറ്റ് 5.5 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. അതുപോലെ റെസൊല്യൂഷൻ 300 തന്നെയാണ്. അപ്പോൾ 9 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും 5.5 സെൻറ്റിമീറ്റർ ഹൈറ്റിലും റെസൊല്യൂഷൻ 300ഉം. അതുപോലെ തന്നെ കളർ മോഡ് ഞാനിവിടെ CMYK തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ കൊടുക്കുക. അപ്പോൾ എനിക്ക് വൈഡായിട്ടുള്ള ഒരു ഇത് കിട്ടി. ഇതിനത് ടോളായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അളവ് നേരെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടോളായിട്ട് സെറ്റ് ചെയ്യാം. സാധാരണ വിസിറ്റിംഗ് കാർഡൊക്കെ നമ്മൾ വൈഡായിട്ടാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വേണം സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് വേണ്ടത് ഇതിൻ്റെ മാർജിൻ സെറ്റ് ചെയ്യുകയാണ്. മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1-2 വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യൂ മെനുവിൽ നിന്ന് ന്യൂ ഗൈഡ് ഉപയോഗിച്ച് നമുക്ക് മാർജിൻ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അതേ ഓപ്ഷൻ തന്നെ ഉപയോഗിക്കുന്നു. ന്യൂ ഗൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നു. അവിടെ ഹോറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമുക്ക് അളവ് കൊടുക്കാം. ആദ്യം നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള അളവ് കൊടുക്കാം. വെർട്ടിക്കലായിട്ട് അളവ് കൊടുക്കുമ്പോൾ ഇവിടെ സെൻറ്റിമീറ്ററിലാണ് അളവ് കൊടുക്കേണ്ടത്. എനിക്ക് ഒരു 0.5, അതായത് 5 മില്ലിമീറ്റർ, 1 സെൻറ്റിമീറ്ററിൻ്റെ പകുതി മാത്രം മാർജിൻ മതി. അപ്പോൾ എനിക്ക് 0.5 ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്ന അളവ്. 1 സെൻറ്റിമീറ്റർ ആവശ്യമില്ല, അതിൻ്റെ പകുതി. അപ്പോൾ 0.5 ആണ് ആദ്യം വേണ്ട മാർജിൻ. അത് വെർട്ടിക്കലായിട്ടുള്ള മാർജിനാണ്. ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഏറ്റവും ലാസ്റ്റിലായിട്ട്, അതായത് ഈ റൈറ്റ് സൈഡിലെ മാർജിൻ വേണം. അപ്പോൾ അവിടെ 9 സെൻറ്റിമീറ്ററാണ് ടോട്ടൽ നമ്മൾ അളവ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ന്യൂ ഗൈഡ് എടുക്കുന്നു, വെർട്ടിക്കലിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ 9ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 0.5 കുറയ്ക്കുമ്പോഴത്തേക്ക് 8.5 എന്ന് കിട്ടും. ഓക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ എനിക്കൊരു മാർജിൻ കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ വീണ്ടും ന്യൂ ഗൈഡ് എടുക്കുന്നു, ഹോറിസോണ്ടൽ സെലക്ട് ചെയ്യുന്നു. ഹോറിസോണ്ടൽ സെലക്ട് ചെയ്തിട്ട് അവിടെ 0.5, ഏറ്റവും ടോപ്പിലായിട്ട് 0.5 കൊടുക്കുന്നു. അതേപോലെ തന്നെ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 5.5 ആണ്. അപ്പോൾ 5 കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എനിക്ക് 5 മില്ലിമീറ്റർ കിട്ടും, സ്പേസ് കിട്ടും. അപ്പോൾ വീണ്ടും ഞാൻ അവിടെയും 5 എന്ന് കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് ചുറ്റും 5 മില്ലിമീറ്റർ വീതം, അതായത് 1 സെൻറ്റിമീറ്ററിൻ്റെ പകുതി വീതം എനിക്ക് മാർജിൻ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മാർജിൻ സെറ്റ് ചെയ്യുന്നത് നമ്മളിതിനകത്താണ്. ഈ മാർജിൻ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന മാർജിനകത്താണ് സാധാരണ ഈ ടൈപ്പിംഗ് മാറ്ററും അതുപോലെ തന്നെ ഇമേജുകളൊക്കെ വരേണ്ടത്. അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോകുന്ന പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് വിടാം. പക്ഷേ പുറത്തേക്ക് വിടുന്ന പോർഷൻ കട്ടായി പോകുമെന്നുള്ളത് ഓർമ്മിക്കുക. അതുകൊണ്ട് മാർജിൻ എപ്പോഴും സെറ്റ് ചെയ്തിരിക്കണം. സെറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡാണ്, ഒരു ബിസിനസ് കാർഡാണ്. റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ് കാർഡ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഹോം തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് ഞാൻ 1-2 ചിത്രങ്ങൾ വയ്ക്കുന്നു. അതിനുശേഷം ആ വ്യക്തിയുടെ, ആരാണോ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നത്, അയാളുടെ കമ്പനിയുടെയോ അയാളുടെയോ പേഴ്സണലായിട്ടോ ഉള്ള പേരും അഡ്രസ്സും ഒക്കെ നമുക്ക് അതിനകത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഇമേജ് പ്ലേസ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഈ എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ സെലക്ട് ചെയ്യുന്നു. ടൂൾ ബോക്സിൽ നിന്ന് എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഒരു പുതിയ ലെയർ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ആയിട്ട്, ബാക്ക്ഗ്രൗണ്ട് ലെയർ കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ ലെയർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ക്രിയേറ്റ് എ ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ ലെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനുള്ളിലേക്ക് ഒരു എലിപ്സ് വരയ്ക്കുകയാണ്. എലിപ്സ് അല്ല, ഒരു റൗണ്ടാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. അത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ കൃത്യമായ റൗണ്ടിൽ നമുക്കൊരു ഫിഗർ കിട്ടും. കണ്ടില്ലേ, ഇതിന്റെ കൃത്യമായ അളവിലാണ് നിൽക്കുന്നത്. ഇതിന്റെ വിഡ്ത്തും ഹൈറ്റും എല്ലാം ഒരേപോലെ. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വരച്ചതുകൊണ്ട് കൃത്യമായ അളവ്, വിഡ്ത്തും ഹൈറ്റും ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇതിനകത്തൊരു കളർ ഫില്ല് ചെയ്യണം. ജസ്റ്റ് ഏതെങ്കിലും ഒരു കളർ മാത്രം നമുക്ക് ഫില്ല് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഞാനിപ്പോൾ ഈ ഒരു കളർ ഇവിടെ, ഒരു ആഷ് കളർ ഇവിടുന്ന് ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ട് ബാക്ക് സ്പേസോ
അല്ലെങ്കിൽ പെയിന്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ടൂൾ ബോക്സിൽ നിന്ന് പെയിന്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അൾട്ട് ബാക്ക് സ്പേസ് ഉപയോഗിച്ചൊരു കളർ ഫില്ല് ചെയ്തു. കൺട്രോൾ ഡി പറഞ്ഞതിൻ്റെ സെലക്ഷനെ ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ലെയർ 1 ആണ്. നിങ്ങൾ എപ്പോഴും ലെയർ ബോക്സിലേക്ക് നോക്കുക. ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ലെയർ 1 നോക്കുക. എനിക്ക് ഈ ലെയർ 1നെ ഒരു ബോർഡർ ആക്കി മാറ്റണം. അപ്പോൾ ഇതിനകത്ത് ഇമേജ് വേണ്ട, ഇതിനകത്തുള്ള ഈ കളർ എനിക്ക് ആവശ്യമില്ല. പകരം ഇതിനൊരു ബോർഡർ ആയിട്ട് വേണം, ഒരു സ്ട്രോക്ക് ലൈനായിട്ട് നമുക്കിത് വേണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പിക്ചർ വേണം താനും. അപ്പോൾ ഉള്ളിലേക്കുള്ള പിക്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ജെ പറഞ്ഞിട്ടൊരു കോപ്പി എടുക്കുന്നു. ഒരു കോപ്പി ഞാൻ ഇവിടെ നിന്ന് ഇതിനെ മാറ്റി വയ്ക്കുന്നു, ഇവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു. അടുത്തുള്ള ഈ കോപ്പി നോക്കുക. അപ്പം ഈ കോപ്പിക്ക് ഞാൻ പേര് കൊടുക്കുന്നത് മാസ്റ്റർ എന്ന് പേര് കൊടുത്തു. ആ ലെയർ 1ന്റെ കോപ്പിക്ക് മാസ്റ്റർ എന്ന് പേര് കൊടുത്തു. MASTER മാസ്റ്റർ എന്ന് പേര് കൊടുത്തു. അത് ആ ലെയർ അവിടെ നിന്നോട്ടെ, അതൊരു മാസ്റ്റർ കോപ്പി ആയിട്ട് അവിടെ നിന്നോട്ടെ. ബാക്കി ഇതിൻ്റെ മറ്റുള്ള കോപ്പികളാണ് ഇനി ചെയ്യുന്നവർ. നമുക്ക് ഈ ഒരു കോപ്പി നോക്കാം. അപ്പം ഇതിനെ എനിക്ക് ബോർഡറാക്കി മാറ്റണം. ഈ കാണുന്നതിനെ ബോർഡറാക്കി മാറ്റണം. ഇതിന് ഉള്ളിൽ ഇതേപോലൊരു ചെറിയൊരു ലെയർ ഇതിനുള്ളിലേക്ക് വേണം. അപ്പോൾ ഇതിനുള്ളിലേക്ക് ചെറിയൊരു ലെയർ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി, ലെയർ 1ന്റെ ഒരു കോപ്പി. അപ്പോൾ കൺട്രോൾ ജെ പറഞ്ഞ് ലെയർ 1ന്റെ ഒരു കോപ്പി ഇവിടെ എടുത്തു. അപ്പോൾ ലെയർ 1ന്റെ കോപ്പിയും ലെയർ 1ഉം ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. 2 കോപ്പികളാണ്. ഏറ്റവും മുകളിൽ മാസ്റ്റർ നിൽപ്പുണ്ട്. ആ മാസ്റ്ററിനെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ കൊണ്ടുവച്ചു. അവിടെ നിന്നോട്ടെ, ഏറ്റവും താഴെ കൊണ്ടുവച്ചു. അപ്പോൾ ഇപ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ലെയർ 1 എന്ന കോപ്പിയാണ്. അതിൻ്റെ ഏറ്റവും കീഴെയായിട്ട് നിൽക്കുന്നത് ഈ മുകളിൽ കാണുന്ന ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന മാസ്റ്റർ കോപ്പിയാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ലെയർ എന്ന് പറയുന്നത് ലെയർ 1 എന്ന കോപ്പിയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ലെയർ 1 എന്ന് പറയുന്നത്. അപ്പോൾ 2 ലെയർ. അപ്പം ഞാൻ ലെയർ 1ന്റെ കോപ്പിക്ക് ഇവിടെ ലെയർ 1ന്റെ കോപ്പിയെ നമ്മൾ ലെയർ 2 എന്ന് പേര് കൊടുക്കുക. ലെയർ 2 എന്ന് പേര് കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് സൗകര്യമായിരിക്കും. ഇപ്പോൾ മാസ്റ്റർ പേജ്, അതിൻ്റെ മുകളിൽ ലെയർ 1, അതിൻ്റെ മുകളിൽ ലെയർ 2. ഇതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ പേജ് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന ഈ പേജാണ്. അത് നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ലെയർ 1 ഈ നിൽക്കുന്ന ഒരു കോപ്പി, ഇതിനോടൊപ്പം തന്നെ ഒരു കോപ്പിയുടെ അവിടെ ഉണ്ട്, അതാണ് ലെയർ 2. ലെയർ 1 എന്ന കോപ്പി ഞാൻ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ടി കൊടുത്തിട്ട് അതിൻ്റെ അളവിൽ ഇവിടെ ഈ കൺട്രോൾ ടി കൊടുക്കുമ്പോൾ ഓപ്ഷൻ ബാറിൽ അതിൻ്റെ അളവ് കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ വിഡ്ത്തും ഹൈറ്റും 2 അളവുകൾ കാണാം. 100 എന്ന് കാണാം. അവിടെ നമ്മൾ 90 എന്ന് സെലക്ട് ചെയ്യുന്നു. രണ്ടിടത്തും 90, വിഡ്ത്തും 90, ഹൈറ്റും 90 എന്ന അളവ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 90 എന്ന അളവിൽ 90 എന്ന അളവിൽ കൃത്യമായ ഒരു വൃത്തമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുക. ഇനി ഏറ്റവും മുകളിൽ നിൽക്കുന്ന 2 എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ ടി കൊടുക്കുക. കണ്ടല്ലോ, അതാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ലെയർ. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ലെയർ എങ്ങനെ മനസ്സിലാക്കാം? ലെയർ 1 അത് നമ്മൾ അളവ് കൊടുത്ത് ചെറുതാക്കിയ ലെയറാണ്. അതാണ് അതിനുള്ളിലേക്ക് സെലക്ട് ആവുന്നത്. 2 തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ ഏതൊക്കെ ലെയറിലാണ് എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ലെയർ 2, അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വലിയ ലെയർ സെലക്ട് ചെയ്തിട്ട് സെലക്ട് മെനുവിൽ പോയിട്ട് ലോഡ് സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. ഇവിടെ നമ്മളൊന്നും ചെയ്യാനില്ല. ഇവിടെ ഇൻവെർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻവെർട്ട് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സെലക്ട് ചെയ്യാതെ തന്നെ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെയർ 2 നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഏറ്റവും വലിയ ലെയറാണ്. ഇനി ചെയ്യാൻ പോകുന്നത് എറേസർ ടൂൾ എടുക്കുക. എറേസർ ടൂൾ എടുത്തിട്ട് എറേസർ ടൂളിൻ്റെ ഇവിടെ പേജിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ബ്രഷ് സൈസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എത്രത്തോളം എങ്ങനെ വേണമെന്നുള്ളതെല്ലാം ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കണ്ടില്ലേ, നമുക്ക് ആവശ്യാനുസരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ എറേസ് ചെയ്ത് കളഞ്ഞു. കണ്ടല്ലോ, ഞാൻ കൃത്യമായിട്ട് എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അളവിലൊന്നും ഒരു മാറ്റവുമില്ല. എല്ലാ സൈഡും വശങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊന്നുമില്ല. ഒന്നിനെയും ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യാൻ പാടില്ല. ഡ്രാഗ് ചെയ്യാതെയാണ് ഈ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നിൽക്കുന്നത് സെലക്ഷൻ മാത്രമാണ്. ഈ സെലക്ഷനെ ഞാനൊരു ബോർഡർ ലൈനാക്കി മാറ്റുകയാണ്. അതായത് ലെയർ 2നെ ഒരു ബോർഡർ ലൈനാക്കി മാറ്റുന്നു. അതിനായിട്ട് നമ്മൾ ഇവിടുന്ന് എഡിറ്റ് മെനുവിൽ പോയി സ്ട്രോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു.
കണ്ടല്ലോ. ഇവിടെ നമ്മൾ കളർ ഏത് കളർ വേണം, ഇവിടെ അതിൻ്റെ വിഡ്ത്ത് ഒരു 3 തന്നെയാണ് നമുക്ക് കൊടുക്കാം. 3 തന്നെയാണ് അതിൻ്റെ ഒരു നോർമൽ സൈസ് വിഡ്ത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ തിക്നെസ്. കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ ആ കളർ ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇവിടെ നിന്നും ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്ട്രോക്ക് ലൈൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ എനിക്കിപ്പോൾ ഈ ലെയർ 2 ഞാൻ ഈ ബോർഡർ കൊടുത്തിരിക്കുന്ന ലെയർ 2ൻ്റെ ഒരു കോപ്പി ഇവിടെ വേണം. അപ്പോൾ ലെയർ 2 സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+J പറയുക. അപ്പോൾ എനിക്ക് ലെയർ 2ൻ്റെ ഒരു കോപ്പി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിന് ലെയർ 2ൻ്റെ കോപ്പിയെ ലെയർ 3 എന്ന് പറയുന്നു. മൂന്നാമതൊരു കോപ്പി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ബോർഡറാണ് ലെയർ 3 എന്ന് പറയുന്നത്. അതിന് ഞാൻ സെലക്ട് ചെയ്യുന്നു. Ctrl+T കൊടുത്തതിന് സെലക്ട് ചെയ്യുന്നു. ഈ മൂന്നാമത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് Ctrl+T കൊടുത്ത് അതിന് ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഇവിടെ നോക്കുക, വിഡ്ത്തും ഹൈറ്റും അവിടെയും 100 തന്നെയാണ് കാണിക്കുന്നത്. അവിടെ ഞാനൊരു 95 എന്ന് അളവ് കൊടുക്കുന്നു. വിഡ്ത്ത് 95 കൊടുത്തു, അതുപോലെ തന്നെ ഹൈറ്റും 95 കൊടുത്തു. എൻ്റർ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് വളരെ മനോഹരമായിട്ട് ഒരു 2 ബോർഡർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡർ ഈ നിൽക്കുന്ന 2, അതായത് ലെയർ 2, ലെയർ 3, പിന്നെ ലെയർ 1, ഇത്രയാണ് നമുക്കൊരു ഗ്രൂപ്പായിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് 2 ബോർഡറും ഒരു സെൻട്രൽ ലെയറും ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ലെയറിലേക്ക് ഞാനൊരു ഇമേജിനെ എനിക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതിലൂടെ ഒരു ഇമേജിനെ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെ നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. അതായത് ലെയർ 1, ലെയർ 2, ലെയർ 3 ഒരുമിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുക. ഇവിടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, ക്രിയേറ്റ് എ ന്യൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇവിടുന്ന് ഈ 3 ഓപ്ഷനും ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പായിട്ട് മാറും. പിന്നെ നമുക്ക് ഈ ആരോ മാർക്കിൽ, ലെയർ ബോക്സിൽ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ആ 3 ലെയറിനെ നമുക്ക് അവിടെ കാണാനും കഴിയും. വീണ്ടും ആ ആരോ മാർക്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അത് ഗ്രൂപ്പായിട്ടുള്ള ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ എനിക്ക് ഇങ്ങനെ എടുത്ത് മാറ്റാൻ കഴിയും. ഇതിനകത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഓരോ ലെയറായിട്ട് ഓപ്പൺ ചെയ്താൽ മാത്രമേ എനിക്ക് ആ ലെയറിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലെയർ 1, ആ ലെയർ 1ൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ ലെയറിനെ എനിക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഈ ഗ്രൂപ്പ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഒരു കോപ്പിയുടെ എനിക്ക് ആവശ്യമാണ്. അതായത് ഇതേപോലെ ഒരു ലെയർ സെക്ഷൻ എനിക്ക് ഒന്നുകൂടെ ആവശ്യമാണ്. അപ്പം ഞാൻ ആ ഗ്രൂപ്പിനെ ക്ലിക്ക് ചെയ്ത് ഈ ക്രിയേറ്റ് എ ന്യൂ ലെയർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ഗ്രൂപ്പ് 1ൻ്റെ കോപ്പി കിട്ടി. ഞാൻ അതിനെ ഗ്രൂപ്പ് 2 എന്ന് പേര് കൊടുത്തു. ഗ്രൂപ്പ് 2 എന്ന് പേര് കൊടുത്തു. എൻ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് 2 ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടല്ലോ, ഇങ്ങനെ 2 ഗ്രൂപ്പുകൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മാസ്റ്റർ പേജ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഒരു മാസ്റ്റർ പേജും 2 ഗ്രൂപ്പും മാത്രമേ ലെയർ ബോക്സിനകത്തുള്ളൂ. നമ്മൾ ലെയർ ബോക്സ് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. അപ്പം ഈ മാസ്റ്റർ പേജിനെ ഞാൻ കുറച്ചിങ്ങനെ താഴ്ത്തി വെച്ചു. ഞാൻ ഈ മാസ്റ്റർ പേജിലേക്ക് ഒരു ഇമേജ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അത് നമ്മൾ മാസ്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഞാൻ ഇവിടെ ഈ മാസ്റ്റർ പേജ് ഏതിലേക്കാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് മുകളിലായിരിക്കും ഇമേജ് വരുന്നത്. ഞാനിപ്പോൾ ഈ മാസ്റ്റർ എന്ന ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്താൽ ഈ മാസ്റ്ററിൻ്റെ തൊട്ട് മുകളിലായിരിക്കും ആ ഇമേജ് വരുന്നത്. അപ്പം മാസ്റ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ഫയൽ മെനുവിൽ പോയി പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ വരും. നമുക്കിവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഇമേജ്, ഞാൻ ഈ ഒരു വീടിൻ്റെ പിക്ചർ ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യുന്നു. ഇങ്ങനെ കിട്ടും. എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ മാസ്റ്റർ സെലക്ട് ചെയ്തിട്ടാണ് പിക്ചർ ഓപ്പൺ ചെയ്തത്. അപ്പം മാസ്റ്റർ സെലക്ട് ചെയ്തതിന് ശേഷം പിക്ചർ ഓപ്പൺ ചെയ്തപ്പോൾ മാസ്റ്ററിൻ്റെ തൊട്ട് മുകളിൽ തന്നെ പിക്ചർ വന്നിട്ടുണ്ട്. ഇനി ഈ പിക്ചർ നിൽക്കുന്ന ഈ പിക്ചറിനെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഈ കാണുന്ന മാസ്റ്ററിൻ്റെ ലെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പിക്ചർ നിൽക്കുന്ന ലെയറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോഴെനിക്ക് ആ പിക്ചർ അവിടെ പ്ലേസ് ആയിട്ട് വന്നിട്ടുണ്ട്, ആ ലെയറിൽ പ്ലേസ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ 2 ലെയർ, അപ്പോൾ ഒന്ന് മാസ്റ്ററും അതുപോലെ തന്നെ. അപ്പോൾ അതിനെ കുറച്ചുകൂടെ വലുതാക്കി വെക്കണമെങ്കിൽ വലുതാക്കി വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിനെ കുറച്ചും കൊണ്ട് താഴ്ത്തി വെക്കണമെങ്കിൽ ഇങ്ങനെ താഴ്ത്തി വെക്കാം. ഇപ്പോൾ ഇതിനെ വലുതാക്കണമെങ്കിൽ വലുതാക്കുകയും ചെയ്യാം. അതിലേക്കായിട്ട് Ctrl+T കൊടുത്ത് ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കുറച്ചൊന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ
മാസ്റ്റർ ലെയർ കുറച്ചൊന്ന് വലുതായിട്ടുണ്ട്, ഒരല്പം വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കുക, ഇനി ഈ ഇമേജിനെ സെലക്ട് ചെയ്യുക. ദേവു ഹോംസ് എന്ന് പറയുന്നതാണ് ആ ഇമേജ്. ഞാൻ ആ ഇമേജിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചു. കൺട്രോൾ ടി കൊടുത്തിട്ട് ആ ഇമേജ് സെലക്ട് ചെയ്ത് കൺട്രോൾ ടി കൊടുത്തിട്ട് അതിനെ മാക്സിമം ചെറിയ സൈസിലേക്ക്, മാക്സിമം പരമാവധി കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആവശ്യാനുസരണം വലുതാക്കി ഇങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പോൾ ആ ലെയർ നമ്മൾ അവിടെ സെറ്റായി കഴിഞ്ഞിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 ലെയർ ഉണ്ട്, ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ഉണ്ട്. ഞാൻ ഗ്രൂപ്പ് 2നെ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരല്പം സൈസ് ചെറുതാക്കി കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ഇമേജ് ഇവിടെ വെച്ചു. ഗ്രൂപ്പ് 2 സെലക്ട് ചെയ്തു. ഗ്രൂപ്പ് 2 സെലക്ട് ചെയ്തിട്ട് അതിനെ ഗ്രൂപ്പ് 1നേക്കാളും ചെറിയ ഒരു സൈസിൽ ഇവിടെയും വെച്ചു. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 1 അങ്ങനെ 2 ഗ്രൂപ്പുകളിൽ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഗ്രൂപ്പ് 1 ആണ്, ഇത് ഗ്രൂപ്പ് 2 ആണ്. രണ്ടിനെയും ഞാനിവിടെ പ്ലേസ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഇത് രണ്ടിലും ഓരോ പിക്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 രണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഓപ്പൺ ചെയ്താലേ എനിക്ക് അതിനകത്തോട്ട് പിക്ചർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം ഗ്രൂപ്പ് 1 ഒരു പിക്ചർ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗ്രൂപ്പ് 1 ഓപ്പൺ ചെയ്യുക. ഈ ഗ്രൂപ്പ് 1 ലെയർ 1 സെലക്ട് ചെയ്യുക. അതിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് പിക്ചർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പ്ലേസ് ചെയ്യാമെന്ന് വേറൊരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഈ ലെയർ 1ന്റെ തൊട്ട് മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏത് ലെയർ ആണോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അതിന്റെ തൊട്ട് മുകളിലായിരിക്കും ഇമേജ് വന്ന് നിൽക്കുന്നത്. ആ ഇമേജിൽ വെച്ചിട്ട് ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തു. എന്നിട്ട് ആ ഇമേജ് സെലക്ട് ചെയ്യുക, കൺട്രോൾ ടി കൊടുക്കുക, പരമാവധി ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇമേജിനെ ചെറുതാക്കി അതിനകത്ത് വരത്തക്ക രീതിയിൽ പ്ലേസ് ചെയ്ത് വെക്കുക. ഇങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് താഴെ വേണമെങ്കിൽ താഴെ കൊടുക്കാം, മുകളിൽ വേണമെങ്കിൽ മുകളിൽ വയ്ക്കാം. നിങ്ങളുടെ സൗകര്യാനുസരണം എവിടെയാണോ വേണ്ടത് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ വെക്കാം, ഒരു താഴെ വെക്കാം. ഇതിന് നമുക്ക് കുറച്ച് മുകളിലേക്ക് വെക്കാം. ഗ്രൂപ്പ് 2നെ നമുക്ക് മുകളിലേക്ക് വെക്കാം. അപ്പോൾ ഗ്രൂപ്പ് 2നെ മുകളിലേക്ക് വെച്ചിട്ട് ഇനി ഈ ഗ്രൂപ്പ് 1നെ ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഗ്രൂപ്പ് 2 തുറക്കുക. തുറന്നതിന് ശേഷം ലെയർ 1 സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ ഒരു ഇമേജ് പ്ലേസ് ചെയ്യുക. ഞാൻ ഈ ഒരു ഇമേജാണ് ഗ്രൂപ്പ് 2ലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡബിൾ എൻറ്റർ ചെയ്തതിൻ്റെ സെലക്ഷൻ മാറ്റിയതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. എന്നിട്ട് കൺട്രോൾ ടി പറയുക. അതിന് പരമാവധി അതിനകത്ത് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു സൈസിലേക്ക് കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ 2 ഇമേജുകളും അവിടെ കൃത്യമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഏത് പിക്ചർ വേണമെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനിപ്പോൾ ഗ്രൂപ്പ് 2നെ ഇനി നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ രണ്ടും ഗ്രൂപ്പ് 2നകത്തും ഗ്രൂപ്പ് 1നകത്തും നമ്മൾ ഇമേജ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഗ്രൂപ്പ് 2 വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി വയ്ക്കാം. നമ്മളുടെ സൗകര്യാനുസരണം എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണോ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എവിടെയാണോ വേണ്ടത് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ആവശ്യാനുസരണം ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പേരുകളെല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പേരുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വേണ്ടത് വ്യക്തിയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ പേരാണ് നമ്മൾ സാധാരണ സെലക്ട് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു പേര് നമുക്ക് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് പേര് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എന്താണ് അതിൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഒരു കാലിബ്രി എന്ന് പറയുന്നൊരു ഫോണ്ട് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. ഇവിടെ പേര് കൊടുത്തു, നാഴിക എന്ന പേര് കൊടുത്തു. കമ്പനിയുടെ ഒരു പേരാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ കൺട്രോൾ എ കൊടുത്തിട്ട് ടെക്സ്റ്റ് ടൂളിൻ്റെ ഓപ്ഷൻസ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ടൂൾ ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യുക. അവിടെ ഇവിടെ വിഡ്ത്ത് ഞാനിവിടെ 80 ആണ് ഡിഫോൾട്ട് ഇവിടെ കാണുന്നത്, നേരത്തെ കൊടുത്തിട്ടുള്ളതാണ്. അതിനെ മാറ്റിയിട്ട് ഞാൻ ഹോറിസോണ്ടൽ ഓഫ്സെറ്റ് 100 എന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അളവ് 36 എന്നുള്ളത് മാറ്റിയിട്ട് ഒരു
18ലേക്ക് അളവ് മാറ്റിയിട്ടുണ്ട്. 18 ആവശ്യമില്ല, ഒരു 16 അളവിലേക്ക് മാറ്റിയിട്ടുണ്ട്. റെഗുലർ എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് അവിടെ ഞാൻ ബോൾഡ് കൊടുത്തു. എന്നിട്ട് അതിന് ഞാൻ ഇവിടെ തന്നെ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, നാഴിക എന്നൊക്കെ പേര് വരും. നാഴികയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലെയറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, കാരണമല്ലോ നമ്മൾ മാർജിൻ കൊടുത്തതിൻ്റെ മുകളിലേക്കൊന്നും പോകാൻ പാടില്ല. ഇനി അതിൻ്റെ താഴെ വീണ്ടും ഞാൻ വേറൊരു വേർഡ് ടൈപ്പ് ചെയ്യുന്നു. എന്താണ്? റിയൽ എസ്റ്റേറ്റ് കമ്പനി. വെറുതെ കൊടുക്കുന്നതാണ് ഒരു പേര്. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഓപ്ഷൻ ബാറിൽ വന്നിട്ട് അവിടുന്ന് മാക്സിമം ചെറിയൊരു അളവിലേക്ക് മാറ്റുന്നതിന് ബോൾഡ് മാറ്റിയിട്ട് നോർമൽ ലെറ്ററിലേക്ക് മാറ്റുന്നു. ഇവിടെ ഒരു 11 അളവ് കൊടുത്തു. ചെറുതായിട്ട് മതിയാവും, അതുകൊണ്ട് അളവ് ചെറുതാക്കി കൊടുത്തു. എന്നിട്ട് ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനി എന്നുള്ളത് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടി കൊടുത്തു. ടി കൊടുത്തിട്ട് ഇതിൻ്റെ സെലക്ഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കുറേശ്ശെ ഇങ്ങനെ ചെറുതാക്കി വെച്ചു. ഇത്രയും മതിയാവും. ഇനി അതിനൊരു കളർ, വേറൊരു കളർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. റിയൽ എസ്റ്റേറ്റ് കമ്പനി എന്നുള്ള പേര് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കളർ ഞാൻ ഇവിടെ നിന്ന് ഒരു ആഷ് കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ബ്ലാക്കും അല്ല, എന്നാൽ കുറച്ച് ബ്ലാക്ക് എഫക്റ്റ് ഉള്ളൊരു കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മുടെ പേര് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫോൺ നമ്പറാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫോൺ നമ്പറാണ്. അപ്പോൾ ഫോൺ നമ്പർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പറിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ നിന്ന് കാണിക്കുക. ഞാൻ ഇതിനെ കുറച്ചുകൂടെ ഇങ്ങനെ താഴോട്ട് മാറ്റി വെക്കുകയാണ്. അവിടെ മുകളിൽ തീരെ സ്പേസ് കുറവാണ്. ഞാനൊരു ലൈൻ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഇതിങ്ങനെ ഇവിടെ കൊണ്ടുവച്ചു. അടുത്ത ഫോൺ നമ്പർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടൊരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ വെറുതെ ഒരു നമ്പറാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ വെറുതെ ഒരു നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. 2 നമ്പർ എനിക്കിവിടെ ആവശ്യമാണ്. അപ്പോൾ ഈ നമ്പർ ഒരു നമ്പർ, അതിൻ്റെ ഒരു കോപ്പി അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി ഇവിടെ എടുക്കാം. ഞാനിവിടെ നമ്പർ 2 ഒന്ന് വെറുതെ ഇങ്ങനെ നമ്പർ കൊടുത്തു. ഇതിൻ്റെ സൈസ് അളവ് നമുക്കൊരു സൈസ് കുറച്ചുകൂടെ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇത്രയും സൈസിൻ്റെ ആവശ്യമില്ല, 10 പോയിന്റ് മതിയാവും. അതുപോലെ തന്നെ ഇവിടെയും ഇപ്പോൾ 2 അളവുകളും കൊടുത്തു. ഇനി ഇവിടെ ഒരു ഫോണിൻ്റെ സിമ്പിൾ നമ്മളിവിടെ കാണിക്കണം. ഇത് പ്യുർ ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്യുക, 2 കളർ. ഈ ടെക്സ്റ്റ് ടൂളിൻ്റെ ഓപ്ഷൻസിനകത്ത് നമുക്ക് കളറിൽ ക്ലിക്ക് ചെയ്ത് കളറിൻ്റെ വാല്യൂ നമുക്ക് അത്യാവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ 2 ബ്ലാക്ക് തന്നെ കൊടുത്തു. ഇനി ഒരു ഫോണിൻ്റെ സിമ്പിൾ ഇവിടെ കൊടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ റെക്ടാങ്കിൾ ടൂളിനകത്ത് ഏറ്റവും താഴെയായിട്ട് കസ്റ്റം ഷേപ്പ് ടൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഫോണിൻ്റെ സിമ്പിൾ നമുക്ക് സെലക്ട് ചെയ്യണം. ഫോണിൻ്റെ സിമ്പിൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഫോണിൻ്റെ സിമ്പിൾ ഇവിടെ നിന്ന് എടുത്തു. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിവിടെ ഷേപ്പിൽ ഓപ്ഷൻ ബാറിലെ ഷേപ്പിൽ നമുക്ക് ആ സിമ്പിൾ കാണാൻ കഴിയും. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് വരച്ചു കൊടുത്തു. ഒരു ഫോണിൻ്റെ സിമ്പിൾ ഇവിടെ വരച്ചു കൊടുത്തു. എന്നിട്ട് കൺട്രോൾ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തതിന് ശേഷം അതിന് ഞാൻ ഒരു ന്യൂ ലെയറിലാണ് നമുക്കത് വേണ്ടത്. അപ്പോൾ ഒരു പുതിയ ലെയർ കൊടുക്കുക. പുതിയ ലെയർ കൊടുത്തതിന് ശേഷം അൾട്ട് ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഫോർഗ്രൗണ്ട് കളറിൽ നിൽക്കുന്ന കളറാണ് കയറി ഫില്ലായി വന്നത്. എനിക്ക് ആ കളർ വേണ്ടെങ്കിൽ ഞാൻ ആ ഫോർഗ്രൗണ്ട് കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് എനിക്ക് ബ്ലാക്കോ ഒരു ആഷ് കളറോ ഒക്കെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് അൾട്ട് ബാക്ക് സ്പേസ് പറയാം. അപ്പോൾ എനിക്ക് ആ സെലക്ട് ചെയ്ത കളർ അവിടെ കിട്ടുന്നതാണ്. അടുത്തെനിക്ക് വേണ്ടതെന്ന് പറയുന്നത് ജിമെയിൽ ഐഡിയോ അതുപോലെ വെബ്സൈറ്റ് അഡ്രസ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ഇമെയിൽ ഐ ഡിയുടെ ഒരു സിമ്പിൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. മെയിൽ ഐ ഡിയുടെ സിമ്പിളാണ്. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഇവിടെ ഓപ്ഷൻ ബാറിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ വരയ്ക്കുന്നു. ഞാൻ വരച്ചു കൊടുത്തു. കൺട്രോൾ എൻ്റർ ചെയ്തു. ഒരു പുതിയ ലെയർ സെലക്ട് ചെയ്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ ഫില്ല് ചെയ്ത കളർ തന്നെ അൾട്ട് ബാക്ക് സ്പേസ് ഉപയോഗിച്ച് ഫില്ല് ചെയ്തു. കൺട്രോൾ ടി പറഞ്ഞ് സെലക്ഷൻ ഒഴിവാക്കി. ഇനി അവിടെ നമ്മൾ കൊടുക്കുന്നത് ഇമെയിൽ ഐ ഡി ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തു. അൾട്ട് പ്രസ് ചെയ്തുകൊണ്ടൊരു കോപ്പി എടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തു. എന്താണ്? naazhiga@gmail.com.
വെറുതെ ഇങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു. സൈസ് കുറച്ച് മതിയാവുമെങ്കിൽ സൈസ് കുറച്ച് കൊടുക്കുക. ആവശ്യാനുസരിച്ചുള്ള സൈസ് നിങ്ങൾ സെലക്ട് ചെയ്തോളുക. അപ്പോൾ ഇതിൻ്റെ സൈസ് നോക്കുക. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഈ ലെയർ, 5ാമത്തെ ലെയർ, അതായത് ആ ഇമേജിൽ കൊടുത്തിരിക്കുന്ന ലെയർ, ഇമെയിൽ ഐ ഡിയുടെ ഇമേജ് കൊടുത്തിരിക്കുന്ന ലെയർ ഒരു സൈസ് കുറച്ച് മതിയെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എൻ്റെ സൈസ് കുറച്ച് വയ്ക്കുക. ആവശ്യമായ സൈസിലേക്ക് അതിനെ കുറച്ച് വയ്ക്കാം. ഇനി അടുത്ത് വേണ്ടത് നമുക്കിതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് അഡ്രസ്സ് നമുക്ക് കൊടുക്കാം. വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു കോപ്പി ഇവിടെ തന്നെ എടുക്കുന്നു. അൾട്ട് പ്രസ് ചെയ്തുകൊണ്ടൊരു കോപ്പി എടുക്കുന്നു. അവിടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്താണ് www.naഴിക.com എന്നാണ് എൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് എങ്കിൽ അവിടെ ഞാൻ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ വെബ്സൈറ്റിൻ്റെ സിമ്പൽ ഉണ്ടാവും. ആ വെബ്സൈറ്റിൻ്റെ സിമ്പൽ നമുക്ക് നേരത്തെ സെലക്ട് ചെയ്തതുപോലെ കസ്റ്റം ഷേപ്പിനകത്ത് കയറിയിട്ട് വെബ്സൈറ്റിൻ്റെ സിമ്പൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ വെബ്സൈറ്റിൻ്റെ സിമ്പൽ കിട്ടിയിട്ടുണ്ട് ഓപ്ഷൻ ബാറിൽ. ഒരു വെബ്സൈറ്റിൻ്റെ സിമ്പൽ ഇവിടെ അവിടെ നിന്ന് വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് കൺട്രോൾ എൻ്റർ ചെയ്തു, ഒരു ന്യൂ ലെയർ കൊടുത്തു. എന്നിട്ട് അൾട്ട് ബാക്ക് സ്പേസ് ഉപയോഗിച്ചിട്ട് കളർ ഫില്ല് ചെയ്തു. കൺട്രോൾ ഡി പറഞ്ഞതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കി. എന്നിട്ട് ഇപ്പോൾ അത് കിട്ടിയിരിക്കുന്ന 6ാമത്തെ ലെയറാണ്. ആ 6ാമത്തെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ആരോ മാർക്ക് കൊണ്ട് അതിനെ ഇതേപോലെ കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഫോണിൻ്റെ ഈ 4ാമത്തെ ലെയറിൽ അല്പം സൈസ് ചെറുതാക്കണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതും സൈസ് ആവശ്യാനുസരണം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെറുതാക്കി വയ്ക്കുക. ഇനി അഡ്രസ്സാണ്. അഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് താഴെ അഡ്രസ്സും കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ അഡ്രസ്സും കൊടുക്കാവുന്നതാണ്. നമുക്ക് എന്തൊക്കെയാണോ മാറ്ററുകൾ വേണ്ടത് അതെല്ലാം നമുക്ക് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നാഴിക എന്ന് കാണുന്ന ഈ പേരുണ്ടല്ലോ, ആ പേര് സെലക്ട് ചെയ്തിട്ട് ആ പേരിൻ്റെ കളർ ഇത് പോരാ, കുറച്ചുകൂടെ നമുക്കൊരു നല്ല കളർ വേണമെങ്കിൽ ഇവിടുന്ന് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻസ് തന്നെ മുകളിൽ ഓപ്ഷൻ ബാറിൽ കാണുന്നുണ്ട്. അവിടെ നമുക്കിപ്പോൾ ഒരു ഭംഗിയായിട്ടുള്ളൊരു കളർ വേണമെങ്കിൽ അങ്ങനെ ഒരു കളർ നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് ഒരു പ്രത്യേക ഷേപ്പ്, നമുക്കൊരു ലൈനിനുള്ളിൽ മാറ്റി നിർത്തണമെങ്കിൽ അങ്ങനെയും നമുക്കത് ചെയ്തെടുക്കാം. അത് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. നമുക്കിപ്പോൾ ഒരു ലൈൻ ഇവിടെ വരച്ചു കൊടുക്കാം. റെക്ടാങ്കിൾ മാർക്ക് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ലൈൻ നമുക്ക് ഇവിടുന്ന് ഇട്ട് കൊടുക്കാം. കൊടുത്തിട്ട് അതിനൊരു പുതിയ ലെയർ കൊടുത്തു. എന്നിട്ട് ഞാൻ അതിനെ കളർ അൾട്ട് ബാക്ക് സ്പേസ് ഉപയോഗിച്ചൊരു കളർ ഫില്ല് ചെയ്തു. കൺട്രോൾ ഡി പറഞ്ഞതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കി. അപ്പോൾ എനിക്കിവിടെ 7ാമത്തെ ലെയറായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു ലൈനാണ്. മുകളിലോട്ട് ഇങ്ങനെ ഫുള്ള് കയറ്റി വിടണമെങ്കിൽ അങ്ങനെ വിടാം, അല്ലെങ്കിൽ ആവശ്യമായ രീതിയിൽ ഇങ്ങനെയും സെറ്റ് ചെയ്യാം. കണ്ടല്ലോ, ഇതിനനുസരിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക്. അതുപോലെ ഈ പേരും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഈ നിൽക്കുന്ന 7ാമത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി ഇവിടെ വേണമെങ്കിൽ എടുക്കാം. അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി എടുക്കാം. അതിനെനിക്ക് ഓപ്പോസിറ്റായിട്ട് വെക്കണമെങ്കിൽ ഓപ്പോസിറ്റായിട്ട് വയ്ക്കാം. ഓപ്പോസിറ്റായിട്ട് വയ്ക്കാൻ വേണ്ടി കൺട്രോൾ ടി കൊടുത്തിട്ട് അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരും. ഓപ്ഷൻ ബാറിൽ ഞാനിവിടെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ 90 എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്യുക. എന്നിട്ട് ആ ലെയറിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഓപ്പോസിറ്റ് വ്യൂവിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു ടൈറ്റിൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കൺട്രോൾ ടി പറഞ്ഞതിന് ശേഷം അതിൻ്റെ വിഡ്ത്തിനെ നമുക്ക് ഇവിടെ നിന്ന് അല്പം ഒന്ന് ഇതേപോലെ കുറച്ച് കൊടുക്കുക. ആവശ്യാനുസരണം കുറച്ച് കൊടുക്കുക. എൻ്റർ ചെയ്യുക. ഇത്തരത്തിൽ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എഫക്റ്റ് കൊടുക്കണമെങ്കിൽ എഫക്റ്റ് കൊടുക്കാം. അടുത്തൊരു വിസിറ്റിംഗ് കാർഡിൽ വേറൊരു മോഡൽ നമുക്ക് കുറച്ച് എഫക്റ്റ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ അഡ്രസ്സ്, ഞാൻ അഡ്രസ്സ് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ആവശ്യാനുസരണം അഡ്രസ്സ് കൊടുക്കാം. എന്ത് എഫക്ട്സ് വേണമെങ്കിലും ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനെ നമുക്ക് സേവ് ചെയ്തെടുക്കാം. സേവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫയൽ മെനുവിൽ പോയിട്ട് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഒരു പേര് കൊടുക്കുക. പേരിപ്പോൾ നാഴിക എന്ന് തന്നെയാണ് പേര് കൊടുക്കുന്നത്. നാഴിക എന്ന് പേര് കൊടുത്തു. അതിന് നമ്മൾ എന്തായിട്ട് വേണോ, ഇമേജ് ആയിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ PDF ആയിട്ട് വേണോ, PSD ഫയലായിട്ട് വേണോ, ഞാനിപ്പോൾ ഇമേജ് ആയിട്ട് സേവ് ചെയ്യുന്നു. ഇവിടുന്ന് ഓക്കെ കൊടുക്കുക. ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഇതാ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രിവ്യൂ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ആ വിസിറ്റിംഗ് കാർഡിനെ ചെയ്ത ആ ഒരു മോഡലിൻ്റെ വിസിറ്റിംഗ് കാർഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ വർക്ക് ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തൊരു വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം. വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.